തിരിമുറിയാതെ പെയ്യുന്ന മഴ, അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അതിൽ കിട്ടുന്ന ഒരു വെയിലിൽ ഇവിടെ ഒരുപാട് സന്തോഷമുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. മഴയില്ലാത്തൊരു ദിവസമാണ്. അപ്പം ഞാൻ ഇവരെ പുറത്തിറക്കിയിരിക്കുകയാണ് കേട്ടോ. അമ്മയും മക്കളുമായിട്ട് ഇവരെ കുറച്ച് പേരുണ്ട്. അപ്പോൾ സിംബയും പിങ്കിയുമാണ് ഇത്. ഇവർ നമ്മൾ ഈ പുല്ല് വിരിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പച്ച വിരിച്ച സ്ഥലത്താണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കാനും വെയിൽ കൊള്ളാനും ഒക്കെ ആയിട്ട്. കുറേ ദിവസം മഴയോട് മഴയായിരുന്നു. അങ്ങനെ കിട്ടുന്ന വെയിലിന് നമുക്കും ഒരുപാട് ജോലികളുണ്ടാവും. തിരുമ്പിയതൊക്കെ ഉണക്കാനും അങ്ങനെ ഒരുപാട് പണിയുണ്ടായിരുന്നു എനിക്കും. എന്നാലും ഇവരെ ഞാൻ നേരത്തെ തന്നെ പുറത്ത് വിട്ടതുകൊണ്ട് അവരെ കളിയൊക്കെ കഴിഞ്ഞിപ്പോൾ റെസ്റ്റിലാണ്. ഇപ്പോൾ പാലുകുടി ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. സിംബനെ ഒരു കൂട്ടർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ നമ്മൾ അവർക്ക് കൊടുക്കും. പിന്നെ പിങ്കിയാണ് നമുക്കുണ്ടാവുക. വീട്ടിൽ പൂച്ചകൾ കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിന് നമുക്ക് ചെടികളെ പോലെ തന്നെ ഭയങ്കര റിലാക്സാണ് കേട്ടോ. ഈ ഒരു സന്തോഷമൊന്നും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ചെടികളുടെയും ബിസിനസ്സിൻ്റെയും ഒക്കെ ഒരുപാട് ടെൻഷനുള്ള സമയത്ത്, ഭയങ്കര തലയിൽ നമുക്ക് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇവരെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി, കണ്ടില്ലേ, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു സമയത്ത്. അതുപോലെ തന്നെയാണ് കോഴികളും. എനിക്ക് കോഴികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കോഴികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കൂടൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളിയാക്കി പുതുക്കി പണിതിട്ട് അവർക്കൊരു കൊട്ടാരം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ഒരാൾ തെച്ചിയുടെ ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ട്. തെച്ചി വീട്ടിലുണ്ടോ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുൻഭാഗത്ത് വെയിൽ നല്ലോണം കൊള്ളുന്ന ഭാഗത്ത് നമ്മൾ തെച്ചിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല 2-3 വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. നല്ല റൗണ്ട് ലീഫുള്ള തെച്ചിയുണ്ട്, അതുപോലെ പിങ്ക് റെഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ പാക്കിങ്ങിൻ്റെ തിരക്കായിരുന്നു, ഇതുവരെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ ലാസ്റ്റത്തെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ്. പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ റിലാക്സ് ആയിട്ട് നമ്മളെ ചെടി സ്റ്റാൻഡുകളൊക്കെ ഒന്നുകൂടെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ വിയറ്റ്നാം മേളി ചക്ക പഴുത്തിട്ട് സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ മരത്തിൽ നിന്ന് തന്നെ പഴുക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം പൂർത്തിയായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കട്ട് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ട്. വാവ്, നല്ല റെഡ് കളറാണ് കേട്ടോ, നല്ല റെഡ് കളറ്. ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ. പിന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്, ഭയങ്കര മധുരം, നല്ല കളർഫുള്ളാണിത്. ചക്ക വെട്ടുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഓൺലൈനിലുണ്ട്, അതുപോലെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് എല്ലാവരെയും ചെറിയ ചുളകളൊക്കെ കൊടുത്ത് ഒരു വശത്ത് ഇരുത്തിയിട്ട് പിന്നെ ഫുള്ളായിട്ട് ഇരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ചക്ക ആ ഒരു കുഞ്ഞു നിമിഷം കൊണ്ട് തന്നെ അതൊക്കെ തീർത്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു എടുക്കാം. അതിലേക്ക് മുളകിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ചക്കക്കുരു ഒരു സംഭവം തന്നെയാണല്ലേ. ചക്കക്കുരു കൊണ്ട് നമുക്ക് മധുരമുള്ള വിഭവങ്ങൾ, എരിവും പുളിയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം പലതരത്തിൽ. അപ്പോൾ എനിക്ക് ചക്കക്കുരു തൊലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ ചോറിലേക്ക് ഇതാ ചക്കക്കുരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള തിരക്കും ജോലികളും എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായിട്ട് ചോറിനാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം മുതിര ഇതുപോലെ ഉപ്പേരിയുണ്ട്, പിന്നെ ചക്കക്കുരും എല്ലാം കൂടെ ഇട്ട് വെച്ച കറിയും ഉണ്ട്. പിന്നെ അച്ചാർ മസ്റ്റാണ്, എന്ത് തന്നെ ആയാലും അച്ചാർ നമ്മുടെ വീട്ടിലുണ്ടാവും. രാവിലത്തെ വെയിലൊക്കെ തട്ടി മാറ്റി മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയുടെ സംഗീതത്തിൽ ചോറുണ്ണാൻ ഭയങ്കര രസമാണ്. ചൂടുള്ള വെള്ളവും വേണം. ഇപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ചാറി തന്നെയാണ് കുടിക്കുക. കാരണം മഴക്കാലമായതുകൊണ്ട് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത ഉണ്ടല്ലോ.
അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം കൊറിയർ ഇതാ പാക്ക് ചെയ്തതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതൊക്കെ കൊണ്ടുപോയതിന് ശേഷം ഞങ്ങൾ ഇന്നൊന്ന് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നമ്മുടെ സ്വന്തം അനിയന് വീട് പണിയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി വരാൻ പറഞ്ഞു. നമ്മളിന്ന് അതൊന്ന് കാണാൻ പോവാണ്. അപ്പോൾ അവന് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അവൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾ നാട്ടിലാണ് കേട്ടോ, ഗൾഫിലൊന്നുമല്ല. അങ്ങനെ നാട്ടിൽ ജോലി ചെയ്തൊരു വീടൊക്കെ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ് സ്ഥലം. കുറച്ച് കുണ്ടുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ഇത് വണ്ടി വരാൻ വേണ്ടിയിട്ട് അവർ ഇത് മുകളിലേക്കാണ് ഇനി പാർക്കിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. പണി തുടങ്ങി, മുഴുവനായിട്ടില്ല. അൽഹംദുലില്ലാ വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മുടെ ആളുകൾ, നമ്മുടെ സ്വന്തം ആളുകൾ വീടൊക്കെ വെച്ച് അവരുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിൽ നമ്മൾ പങ്കുചേരുകയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. വീടിൻ്റെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി ക്ലോസറ്റിലുള്ള ഇതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അത്രേ പണി ബാക്കിയുള്ളൂ. ടൈലൊക്കെ പതിച്ചു, ഇനി പെയിൻറ്റിങ് ബാക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ. വീട് കാണാൻ വന്നപ്പോൾ മക്കളൊക്കെ എന്നെ കളിയാക്കുകയാണ് കേട്ടോ. ഈ റൂമിലേക്കാണ് ഉമ്മച്ചി സാധനം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. വീട് എന്തായാലും ഈ വീടിനുള്ളിൽ കയറിയപ്പോൾ ഭയങ്കര മനസ്സമാധാനമുള്ള പോലെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്കി സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ട് വീടിരിക്കുന്ന അന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. എന്തായാലും അപ്പോൾ കാണാം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ചുറ്റുപാടൊക്കെ കണ്ട് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ ഇതാ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. എല്ലാവർക്കും ഫുഡ് കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ നമ്മളിതാ നല്ല അടിപൊളി ഒരു മന്തി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. തമിഴ്നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെമ്പിലാണ് കൊണ്ടുവച്ച് തരുന്നത്. എല്ലാവരും അത് സ്വന്തമായിട്ട് വിളമ്പി കഴിക്കുക. കോഴി മാത്രമല്ല കേട്ടോ, കോഴിമുട്ട ഉണ്ടായിരുന്നു. എത്ര ആളുകളുണ്ടെന്ന് വെച്ചാൽ അവർക്കൊക്കെ. പിന്നെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഗുലാബ് ജാമുന് തന്നു. പിന്നെ ഇതുപോലെ ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ദമ്മായി വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. ഈ യാത്രയുടെ അവസാനം എവിടെയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് സന്തോഷം കിട്ടണം അത്രയും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ആ യാത്ര ഞങ്ങൾ പിന്നെ നേരെ പോയത് വയനാട്ടിലേക്കാണ് കേട്ടോ. വയനാട് എത്തണമെന്നൊന്നുമില്ല, ഞങ്ങൾ ആ ഒരു റൂട്ട് കുറേയൊക്കെ യാത്ര ചെയ്ത് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ തിരിച്ചു പോരാന്ന് വിചാരിച്ചിട്ട്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ മകളാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ മക്കൾ പോകുന്ന വഴിയിലൊക്കെ ഇറങ്ങി വീഡിയോയും ഫോട്ടോസും. അവർക്ക് അതിൻ്റെ ഒരു ത്രില്ലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫോണിലും വീഡിയോ എടുക്കലും ഇതുപോലെ തേയിലത്തോട്ടത്തിലൂടെ നടന്നിട്ടുള്ള സീനൊക്കെ അവർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്കൊരു ലൈക്കും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് താങ്ക് യു.